നമ്മൾ തൊഴിലില്ലാത്ത കുറച്ച് ചെറുപ്പക്കാർ നമുക്കൊരു വാർത്താ ചാനൽ തുടങ്ങിയാലും വാർത്താ ചാനൽ തുടങ്ങുമ്പോൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എൻ്റെ പൊന്ന് ചാട്ടൻ്റെ എൻ്റെയും സൗണ്ട് ഏതാണ്ടൊക്കെ ഒരുപോലെ ഉണ്ടെന്നാണ് ഒരു നുണക്കറിക്കാരൻ പറഞ്ഞത്. ചാട്ടൻ്റെ സൗണ്ട് എടുത്ത് ചില വ്യത്യാസത്തോടു കൂടി എടുത്തു കഴിഞ്ഞാൽ എന്ത് സൗണ്ടാവുന്നു ഒരു സംഗീതജ്ഞൻ പറഞ്ഞു. നമ്മൾ രണ്ടുപേരും ഒരേ രാഗത്തിലാണ് സംസാരിക്കുന്നത്. അതെന്തായിക്കോട്ടെ, എങ്കിലും നമുക്ക് ചാനൽ തുടങ്ങുന്ന കാര്യം സംസാരിക്കാം. ഹായ്, ശരിയാണ്. രാഷ്ട്രീയത്തിലെ വാർത്ത എന്ന് പറഞ്ഞാൽ അതൊരു പ്രവചനം വളരെ എളുപ്പമാണ്. ഒരു തിരഞ്ഞെടുപ്പിൽ ഒരു ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലമാണെന്ന് പറയുക. നമ്മളതിനു മുമ്പ് 3 വാർത്ത കൊടുക്കുക. 3 സ്ഥാനാർത്ഥികളും നല്ല വോട്ട് പിടിക്കും എന്നൊരു വാർത്ത കൊടുക്കുക. ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ അന്നേ പറഞ്ഞില്ലേ, ഓപനെ ജയിക്കൂ, മറ്റവന്മാരൊക്കെ വലിക്കും, തോറ്റു പോകുമെന്ന രീതിയിൽ വാർത്ത കൊടുക്കണം. ഇതൊക്കെ ഒരു പൊടിക്കൈകളാണ്. മാത്രമല്ല, നമുക്ക് അങ്ങോട്ട് പൈസ കൊടുത്തും ചില വാർത്തകൾ സൃഷ്ടിക്കാം. ഞാനൊരു വികാരജീവിയാണ്. ഇത്തരം വികാരങ്ങളെക്കുറിച്ച് എഴുതാൻ ചില്ലറ കാശ് കൊടുത്താൽ മതി. ഒരു സീരിയലിനൊക്കെ എത്ര കാശ് വേണം? ഇതിൻ്റെ കുറച്ച് പൈസക്കെങ്കിലൊക്കെ കൊടുത്താൽ നല്ല കിടിലം വികാര വാർത്തകൾ കിട്ടും. അങ്ങനെയാണെങ്കിൽ വൈദവൈ, നാളെ മുതൽ നമുക്ക് പറ്റിപ്പ് വാർത്തകൾ എന്ന ചാനൽ അങ്ങ് തുടങ്ങാം. നാട്ടുകാരെ നമുക്ക് പറ്റിക്കുകയും ചെയ്യാം, വാർത്തകൾ കൊടുക്കുകയും ചെയ്യാം, ധാരാളം ക്യാഷ് ഉണ്ടാക്കുകയും ചെയ്യാം. നമ്മൾ അധോലോകക്കാരും അത് തന്നെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നാളെ മുതൽ വാർത്ത അങ്ങ് തുടങ്ങിയാലോ? ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് ജയൻ. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് നമുക്ക് കടക്കാം. നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും വിശദമായി വിവരിക്കുന്ന പുഷ്പക വിമാനത്തിൻ്റെ മോഡൽ കണ്ടെത്തിയതായി വിശ്വകർമ്മ ചൈതന്യം പരമോന്നത അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷാബു സുകുമാരൻ അറിയിക്കുന്നു. കൊല്ലം ജില്ലയിലെ ജഡായിപ്പാറയിൽ നിന്ന് ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ പ്രതിനിധി മധു എവിടെയുണ്ട്? മിസ്റ്റർ മധു, എന്താണ് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? പുഷ്പക വിമാനത്തിൽ എനിക്ക് തൂങ്ങി നിൽക്കാൻ പറ്റുമോ എന്നും കൂടി ഒന്ന് വിശദമായി പരിശോധിക്കണം. നമസ്കാരം പ്രേക്ഷകരെ, ഈ ജഡായു പാറയിൽ വച്ചാണ് ജഡായുവിനെ വെട്ടി വീഴ്ത്തിക്കൊണ്ട് മിസ്റ്റർ രാവണൻ സീതയും കൊണ്ട് കടന്നുപോയത്. ഈ രാവണനാണ് സീതയുടെ ആഭരണങ്ങൾ അവിടെ നിന്ന് ഉപേക്ഷിച്ചപ്പോൾ അത് സുഗ്രീവനും ഹനുമാനും കിട്ടിയത് ഈ പുഷ്പക വിമാനത്തിൽ വച്ചാണ്. പക്ഷേ ചില പരമനാരികൾ പറഞ്ഞു കിടക്കുന്നു പുഷ്പക വിമാനം മിത്താണെന്ന്. അങ്ങനെയല്ല, ഇത് കണ്ടുപിടിച്ചത് വിശ്വകർമ്മദേവൻ്റെ പുത്രനായ മയനാണ്. മയൻ്റെ പേരിലാണ് ഇത് പേറ്റന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സമൂഹം ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി പഠിക്കുകയും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ മോഡൽ കണ്ടെത്തുകയും ഇതിൻ്റെ സാങ്കേതിക വിദ്യകൾ കണ്ടെത്തുകയും പരിഷ്കരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ യാത്രാ ക്ലേശത്തിന് ഒരു പരിഹാരമാവുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ മോഡലുകളിലേക്കും ഇതിൻ്റെ വിശേഷങ്ങളിലേക്കും നമുക്ക് പോവുകയാണ്. ഇതിൻ്റെ ഒരു ഗുഹാമുഖത്ത് നിന്നാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ കിട്ടിയിരിക്കുന്നത് വെള്ളാണിക്കൽ പാറയുടെ ഗുഹയിൽ അകത്താണ്. ഇത് ഗുഹയുടെ വളരെ അകത്താണ് കാണപ്പെടുന്നത്. ഈ ഗുഹയുടെ അകത്തേക്ക് നമുക്ക് പ്രവേശിക്കണം. നമ്മളത് പ്രവേശിക്കാനായിട്ട് ഓക്സിജൻ സിലിണ്ടറും മണ്ണെണ്ണയും പെട്രോളും ലൈറ്റും എല്ലാമായിട്ട് ടീം ഉടനെ തന്നെ വരുന്നുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അതിലേക്കായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എന്തായാലും പുഷ്പവിമാനം ഒരു മിത്തല്ല, ഒരു യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്.